എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററിലെ ആ ഗ്യാസ് ലോസ് വാതക നിയമങ്ങളിൽ ഒന്നാണ്. വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തേതാ ബോയിൽസ് നിയമം അല്ലേ? ബോയിൽസ് ലോ എന്താ? അപ്പോൾ ഓരോ ഇതിലും ഓരോ ക്വസ്റ്റ്യൻസും വരുമ്പോൾ നമുക്ക് എന്താണ്, ഏത് നിയമമാണ് അതിനകത്ത് ആപ്ലിക്കബിൾ എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, അത് ഗ്രാജുവലി ആയിക്കോളും. ആദ്യം നമുക്ക് ബോയിൽ നിയമം നോക്കാം. എന്താണ് ബോയിൽ നിയമം? ബോയിൽസ് ലോ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ എന്ന്. ഇതിനകത്ത് 2-3 വാക്കുകളുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്താ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ, അതായത് ഒരു വ്യൂഹം, ഒരു സിസ്റ്റത്തിന്റെ താപനിലയിൽ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. താപനിലയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബോയിൽ നിയമം ആപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പോൾ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം, വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ്. എന്താ? അതായത് വാതകത്തിന്റെ അളവിൽ വ്യത്യാസം വരാൻ പാടില്ല. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാരം, അളവ് എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ മാസിൽ വ്യത്യാസം വരാൻ പാടില്ല. ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അതിന്റെ വോളിയം, വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. എന്താ വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്, മോളിക്യൂളുകളുടെ എണ്ണം. അതാണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അതായത് വാതകത്തിൽ നമുക്കറിയാം ഗ്യാസിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ മോളിക്യൂൾസ് അടുത്തടുത്താണോ ഇരിക്കുന്നത്? അല്ല അല്ലെ? അതിന്റെ മോളിക്യൂൾസ്, അതിന്റെ മോളുകൾ എന്ന് പറയുന്നത്, വാതകത്തിന്റെ തന്മാത്രകൾ എന്ന് പറയുന്നത് എന്താ? അകന്ന് ഒരുപാട് അവരുടെ ആകർഷണ ബലം വളരെ കുറവായിരിക്കും. അതിന്റെ വ്യാപ്തത്തിന് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ഉദാഹരണത്തിന് നോക്കൂ, നമ്മൾ ഒരു പാത്രം നിറയെ ഒരു വാതകം എടുത്തിരിക്കുകയാണ്. ആ വാതകത്തിന്റെ മുകളിൽ, ആ പാത്രത്തിന്റെ മുകളിൽ നമ്മൾ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ സിറിഞ്ചിന്റെ ഒക്കെ പുറകിൽ നമ്മൾ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പിസ്റ്റണും ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ ആ പിസ്റ്റൺ ഏറ്റവും മുകളിലായിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ആ പിസ്റ്റൺ ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പൊ ഇതിന് താപനിലയിൽ വ്യത്യാസമില്ല. ഇനി എനിക്ക് അതിനകത്തേക്ക് വാതകം ആഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ആ സിസ്റ്റം ക്ലോസ്ഡ് ആണ്. ആ വ്യൂഹം എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ഇനി ആ പിസ്റ്റൺ ഏറ്റവും മുകളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ വാതകം അത്രയും ഏരിയ കവർ ചെയ്തിട്ടാണ് ആ വാതകം ഇരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ആ പിസ്റ്റണെ താഴത്തേക്ക് അമർത്തുകയാണ്. താഴത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ? ആ വാതകത്തിന് ഇരിക്കാൻ പറ്റുന്ന ഏരിയ കുറയും അല്ലെ? ആദ്യം ഏറ്റവും മുകളിലായിരുന്നു. അപ്പൊ എന്റെ വാതകം എന്ന് പറയുന്നത് ആ പാത്രത്തിന്റെ താഴെ മുതൽ മുകളിൽ വരെ മുഴുവനും വാതകത്തിന് ഒക്യുപ്പൈ ചെയ്യാം, ഇരിക്കാൻ പറ്റുമായിരുന്നു. പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോ എന്താ? ഞാൻ ആ മോളിക്യൂളുകളെ, തന്മാത്രകളെ കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് ആണല്ലോ. അതായത് ആ വാതകത്തിന് ഇരിക്കാൻ പറ്റുന്ന ഏരിയ കുറയും, വിസ്തീർണം കുറയും. അപ്പൊ എന്താ? വ്യാപ്തം കുറഞ്ഞു, മർദ്ദം കൂടി ഇല്ലേ? പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മർദ്ദം കൂടുകയല്ലേ ചെയ്യുന്നത്. വീണ്ടും കുറച്ചും കൂടെ താഴത്തേക്ക് കൊണ്ടുവന്നു പിസ്റ്റൺ. അപ്പൊ എന്താ? ആ വാതകങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന, ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന ഏരിയ വീണ്ടും കുറഞ്ഞു അല്ലെ? അതിനനുസരിച്ച് മർദ്ദം കൂടുന്നു, വ്യാപ്തം കുറയുന്നു. അതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ദർ ഷുഡ് ബി എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. താപനിലയിൽ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം, അതായത് വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ്. പിന്നെ ഇത് നടക്കുന്നതിനിടയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും അതിനകത്തേക്ക് വാതകത്തിന്റെ മാസിൽ വ്യത്യാസം വരുത്താൻ പാടില്ല. അപ്പോ എന്ത് ചെയ്യും? വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. മാസ് ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഓക്കെ, ഇനി ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. അതായത് വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് ഈസ്
ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നുള്ളത് കാണിക്കാനാണ് 1/p എന്ന് പറയുന്നത്. വിപരീത അനുപാതത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ ഇത് കൊടുക്കണം. ടെമ്പറേച്ചർ താപനിലയും മാസും കോൺസ്റ്റന്റ് ആയിരിക്കണം. താപനില മാസ് സ്ഥിരമായിരിക്കണം. ടെമ്പറേച്ചർ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് വ്യാപ്തം വി വോളിയം എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി. അതായത് പ്രപ്പോർഷണലിന്റെ ആ സിമ്പിൾ ഇട്ടിട്ട് 1/p എന്ന് എഴുതണം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി. ഇനി ഈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ഥിരസംഖ്യ കോൺസ്റ്റന്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വ്യാപ്തം വി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ. ഇപ്പൊ കണ്ടോ, ഈ പ്രപ്പോർഷണൽ എന്നുള്ളത് മാറ്റി ഈക്വൽ ടു സിമ്പിൾ ഇട്ടു. ഈക്വൽ ടു സിമ്പിൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ഥിരസംഖ്യ കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/p. ഇനി നോക്കൂ, ഈ പി എന്ന് പറയുന്നത് ഛേദത്തില് ഡിനോമിനേറ്ററിലല്ലേ, ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താ ന്യൂമറേറ്റർ അംശത്തിലാവും അല്ലേ. അപ്പോ പി വി ഇസ് ഈക്വൽ ടു കെ. സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ കെ വെച്ചിട്ടാണ് എഴുതുന്നത്. ഓക്കെ, പി വി ഇസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് എന്താ? ഒരു സ്ഥിരസംഖ്യയാണ് അല്ലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോയിൽസ് നിയമം എന്ന് പറയുന്നത്. ഒരിക്കലും കൂടെ വായിച്ചു നോക്കൂ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. വി എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. വി പ്രപ്പോർഷണൽ ടു 1/p. ബ്രാക്കറ്റിൽ കൊടുക്കണം. താപനില മാസ് സ്ഥിരമാണ്. വി ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു 1/p. പി വി ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് എന്താ? കെ ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ വേറൊരു ഗ്രാഫും കൂടെ ഉണ്ട് അല്ലെ. എന്താ നോക്കൂ, ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിൽസ് നിയമം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫും കൂടെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പോയിന്റ് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്. നോക്കൂ, ഇവിടെ ഗ്രാഫ് ഉണ്ട് ഓൾറെഡി. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിസ് വരയ്ക്കുന്ന സമയത്ത് എന്താ എക്സ് ഏതാ വൈ ഏതാ എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഈ എക്സ് ഏതാ വൈ ഏതാന്നുള്ളത് മാർക്ക് ചെയ്യണം, ഒന്നാമത്തത്. രണ്ടാമത്തത് സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് ഈക്വൽ യൂണിറ്റിൽ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. രണ്ടാമത്തെ കാര്യം, എക്സ് ആക്സിസിൽ നമ്മൾ എന്താ പ്രഷർ ATMിലുള്ളത്, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉള്ള പി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. വൈ ആക്സിസിൽ എന്താ വോളിയം വ്യാപ്തം, ലിറ്ററിലുള്ള വ്യാപ്തമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നോട്ട് ചെയ്യണം കേട്ടോ, ഇതിനൊക്കെ പോയിന്റ് ഉണ്ട്. പിന്നെ സ്കെയിൽ ഉപയോഗിച്ച് ഈക്വൽ ആയിട്ട് 0 to 1 2 3 4 എന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. 20 40 60 80 ഇത് മാർക്ക് ചെയ്യുക. ഇത് കറക്റ്റ് ഏകദേശം ഇവിടെ 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇവിടെയും 1 സെന്റിമീറ്റർ വേണം, ഇവിടെയും 1 വേണം, ഇവിടെ 1 വേണം. ഇടയ്ക്ക് 1 ഇടയ്ക്ക് 2 അങ്ങനെ പാടില്ല കേട്ടോ. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1, ഇവിടെ 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ വേണം ഇതെല്ലാം കൊടുക്കാനായിട്ട്. എന്നിട്ട് എന്താ ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് മുട്ടിച്ച് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എങ്ങനെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കണേ നോക്കൂ. അതായത് ഇത് ATM, ഒരു ATM 2 ATM 3 ATM 4 ATM എങ്ങനെയാണ് പ്രഷർ നോക്കൂ. അതായത് ഒരു ATMില് ഏറ്റവും മുകളിലേക്ക് പോവാ, എക്സ് ആക്സിസിൽ നിന്ന് മുകളിലേക്ക് പോവാ, വൈ ആക്സിസിൽ നിന്ന് സൈഡിലേക്ക് വരിക. എവിടെ വെച്ചാ പോയിന്റ് കൂട്ടിമുട്ടണേ നോക്കുക. ഓക്കെ, ഇനി 2 ATM ഇതുപോലെ മുകളിലേക്ക് പോവുക, ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയില്ലേ. 4 ATM ആയപ്പോഴോ ഇങ്ങനെ അല്ലേ. അതായത് ഒരു ATMില് ഒരു ATM പ്രഷറിൽ എൻ്റെ വാതകത്തിന് എന്താ 80 ലിറ്റർ വോളിയം ഉണ്ട്. 2 ATM ആയപ്പോഴോ അതെന്നുള്ളത് 40 ലിറ്ററായി. 3 ATM ആയപ്പോഴോ, സോറി 3 ഇല്ല നമുക്ക് അല്ലേ. ഓക്കെ, 4 ATM ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ വാതകത്തിന്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നത് 20 ലിറ്ററായി. നോക്കൂ, അതായത് എൻ്റെ പ്രഷർ കൂടി വരികയാണ്, അതിന്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നതോ കുറഞ്ഞു വരികയാണ്. ഇതാണ് ബോയിൽസ് നിയമം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. എന്താ? ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിൽ 44 ലിറ്റർ ആണ്. മർദ്ദം 4 ATM ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും?
The volume of a definite mass of gas at a pressure 1 atm is 44 liter. If the pressure is increased to 4 atm, what will be the volume? ഇത് എഴുതുമ്പോൾ നമ്മൾ ഏത് വാതക നിയമത്തിന്റെ അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഉത്തരം എഴുതുമ്പോൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കൂ. ഉത്തരം എത്രയാണെന്ന് ഒന്ന് കമന്റ് ചെയ്ത് തരും കേട്ടോ. ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു സെഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇനി സംശയമുള്ള ടോപ്പിക്സ് ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് ഞാൻ അടുത്ത ഏത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരുന്നു ഏതെങ്കിലും സയൻസിലെ ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് തരൂ, നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.